ടോപ്പ് ട്യൂഷൻ്റെ ജിയോഗ്രഫി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 4 കൺസ്യൂമർ റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷനിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് യൂട്ടിലിറ്റി? യൂട്ടിലിറ്റി പറഞ്ഞാൽ എന്താണ്? യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഒരു കൊമോഡിറ്റി അല്ലെങ്കിൽ സർവീസിൻ്റെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന പവറാണ്. അതായത് ഒരു കൺസ്യൂമേഴ്സിന് ഗുഡ്സും അതുപോലെ തന്നെ സർവീസും യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ആൽഫ്രഡ് മാർഷൽ ആയിരുന്നു ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ നമ്പേഴ്സിൽ മെഷർ ചെയ്യാൻ ഫസ്റ്റ് ട്രൈ ചെയ്ത എക്കണോമിസ്റ്റ്. കൺസ്യൂമേഴ്സ് ചില ഗുഡ്സ് വന്നിട്ട് വേറെ ഗുഡ്സിനേക്കാൾ ചൂസ് ചെയ്യുന്നു എന്നൊരു കൺസെപ്റ്റാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. യൂട്ടിലിറ്റി എന്നത് സബ്ജക്റ്റീവ് ആണ്. അതിൻ്റെ വാല്യൂ ഇമ്പോർട്ടൻസോ ഓരോ ആളിനും ഡിഫറെൻ്റ് ആയിരിക്കും. ടൈമും പ്ലേസും അനുസരിച്ച് അത് ചേഞ്ച് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. യൂട്ടിലിറ്റി ഈസ് ദ വാണ്ട് സാറ്റിസ്ഫൈയിങ് പവർ ഓഫ് എ കോമോഡിറ്റി ഓർ സർവീസ്. ഇറ്റ് ഈസ് എ സാറ്റിസ്ഫാക്ഷൻ എ കൺസ്യൂമർ ഗെറ്റ്സ് ഫ്രം യൂസിങ് ഗുഡ്സ് ആൻഡ് സർവീസസ്. Alfred Marshall was the first economist to try and measure this satisfaction in numbers. This concept helps us understand why consumers choose certain goods over others. Utility is subjective, meaning it is different for each person and can change with time and place. Question: explain total utility and marginal utility. Total utility യും marginal utility യും കുറിച്ചിട്ട് explain ചെയ്യുക. ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ എല്ലാ യൂണിറ്റ്സും കൺസ്യൂം ചെയ്യുമ്പോൾ കിട്ടുന്ന ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ ആണ്. എക്സാമ്പിളായി പറയുകയാണെങ്കിൽ ഒരു 5 ഓറഞ്ച് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എല്ലാ സാറ്റിസ്ഫാക്ഷനെയും ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയും. മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ യൂട്ടിലിറ്റിയിൽ വരുന്ന ചേഞ്ച് ആണ്. അതായത് ഒരു അഡീഷണൽ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഉദാഹരണം പറയണമെങ്കിൽ ആദ്യത്തെ ഓറഞ്ച് കഴിച്ചതിന് ശേഷം സെക്കൻഡ് ഓറഞ്ച് കഴിക്കുമ്പോൾ കിട്ടുന്ന എക്സ്ട്രാ സാറ്റിസ്ഫാക്ഷനെയാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കൺസ്യൂം ചെയ്യുന്ന യൂണിറ്റ്സ് കൂടുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി കുറച്ച് സമയം വരെ ഇൻക്രീസ് ആവും. പക്ഷേ മാർജിനൽ യൂട്ടിലിറ്റി മാത്രം ഗ്രാജ്വലി കുറയുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ടോട്ടൽ യൂട്ടിലിറ്റി ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് സാറ്റിസ്ഫാക്ഷൻ എ പേഴ്സൺ റിസീവ്സ് ഫ്രം കൺസ്യൂമിങ് all units of a particular product. For example, it is a total satisfaction from eating 5 oranges one after another. Marginal utility is the change in total utility that happens when additional unit of a product is consumed. It is the extra satisfaction gained from eating the second orange after the first one. Generally, as you consume more, total utility increases for a while, but marginal utility decreases. Question: what is the law of diminishing marginal utility? Law of diminishing marginal utility പറഞ്ഞാൽ എന്താണ്? law of diminishing marginal utility എന്താണ് പറയുന്നത് വെച്ചാൽ ഒരു കൊമോഡിറ്റിയുടെ അഡീഷണൽ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഗ്രാജ്വലി കുറയും എന്നാണ്. ഇത് സംഭവിക്കുന്നത് ബാക്കി എല്ലാ കൊമോഡിറ്റീസിൻ്റെയും കൺസംഷൻ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സമയത്താണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരാൾ വളരെയധികം ദാഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യത്തെ ഗ്ലാസ് ഓഫ് വാട്ടർ കുടിക്കുമ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കും. പിന്നീട് രണ്ടാമത്തെ ഗ്ലാസ് കുടിക്കുമ്പോൾ ആദ്യത്തെ കുടിച്ച അത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയില്ല. മൂന്നാമത്തെ ഗ്ലാസ് കുടിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ കുടിച്ച സാറ്റിസ്ഫാക്ഷൻ പോലും കിട്ടുകയില്ല. അപ്പോൾ ഈ ഒരു ലോ കൺസ്യൂമറിൻ്റെ ബിഹേവിയറും ഡിമാൻഡ്സും മനസ്സിലാക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ എക്കണോമിക്സിനെ കുറിച്ചിട്ടുള്ള പഠനം ചെയ്യുന്നതിന് ഒരു ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ആണ് ഈ ഒരു ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ദ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി സ്റ്റേറ്റ്സ് ദാറ്റ് the satisfaction we get from consuming each additional unit of commodity decreases as its consumption increases. This happens while the consumption of other commodities remains constant. For instance, the first glass of water gives a very thirsty person a lot of satisfaction, but the second and the third glasses gives less and less satisfaction. This law is important in understanding consumer behavior and demand. It is a fundamental principle in the study of economics. Question:
വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ദ കാർഡിനൽ യൂട്ടിലിറ്റി തിയറി? കാർഡിനൽ യൂട്ടിലിറ്റി തിയറിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? ഇപ്പോൾ കാർഡിനൽ യൂട്ടിലിറ്റി തിയറിൻ്റെ മേജർ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് യൂട്ടിലിറ്റി സബ്ജക്റ്റീവും മെൻ്റലുമാണ് എന്നതാണ്. അതായത് 10, 20 എന്ന രീതിയിൽ ഈ കാർഡിനൽ നമ്പേഴ്സ് അക്യുറേറ്റ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ചില അസംഷൻസിൻ്റെ അണ്ടറിലാണ്. പക്ഷേ അവയെല്ലാം റിയൽ ലൈഫിൽ എപ്പോഴും റിയലിസ്റ്റിക് ആയിരിക്കില്ല. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത് അസ്യൂം ചെയ്യുന്ന എല്ലാ യൂണിറ്റും സെയിം ക്വാളിറ്റിയിലാണ് എന്ന്. അതായത് നമ്മൾ അസ്യൂം ചെയ്യുന്നത് എല്ലാ യൂണിറ്റ്സും സെയിം ക്വാളിറ്റിയിലാണെന്നാണ്. അപ്പോൾ കൺസ്യൂമറിൻ്റെ ഇൻകമും ടേസ്റ്റും കൺസംഷൻ നടക്കുന്ന സമയത്ത് ചേഞ്ച് ചെയ്യില്ല എന്നൊക്കെയാണ് ഈ അസംഷൻസ് പറയുന്നത്. ഇതിൻ്റെ വേറൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് കൺസംഷന് കണ്ടിന്യൂസ് ആയിരിക്കണം, അതുപോലെ തന്നെ ടൈം ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിലായിരിക്കും എന്നാണ്. ഈ ലിമിറ്റേഷൻസ് ഒക്കെ കൊണ്ടാണ് കൺസ്യൂമർ ബിഹേവിയർ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ തിയറീസ് ഡെവലപ്പ് ചെയ്യപ്പെട്ടത്. ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. എ മേജർ ലിമിറ്റേഷൻ ഇസ് ദാറ്റ് യൂട്ടിലിറ്റി ഈസ് സബ്ജക്റ്റീവ് ആൻഡ് മെൻ്റൽ, so it cannot be accurately measured during cardinal numbers like 10 or 20. The theory also has certain assumptions that are not always realistic. For example, it assumes that all units of a product are of the same quality and that the consumer's income and taste do not change during consumption. The law also requires that consumption must be continuous without any time gap. Because of these limitations, new theories were developed to explain consumer behavior. Question: differentiate between economic goods and free goods. Economic goodsum അതുപോലെ ഫ്രീ ഗുഡ്സും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എക്കണോമിക് ഗുഡ്സ് എന്ന് പറയുന്നത് പ്രൈസ് കൊടുത്ത് വാങ്ങേണ്ടതായ ഗുഡ്സും സർവീസുകളുമാണ്. അപ്പോൾ ഇത് ഫ്രീ ആയിട്ട് അവൈലബിൾ അല്ല. അതുപോലെ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നതും അല്ലെങ്കിൽ നാച്ചുറൽ നിന്നും കളക്ട് ചെയ്യുന്നതുമായ ഗുഡ്സ് ആണ് എക്കണോമിക് ഗുഡ്സ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്ലോത്ത്സ്, ഫുഡ് ഐറ്റംസ്, വെഹിക്കിൾസ് എന്നിവയൊക്കെ എക്കണോമിക് ഗുഡ്സിൽ വരുന്നതാണ്. ഈ ഫ്രീ ഗുഡ്സ് എന്ന് പറയുന്നത് എക്കണോമിക് ഗുഡ്സിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇത് നാച്ചുറൽ നിന്നും അബണ്ടന്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഈ ഒരു ഗുഡ്സ് അവൈലബിൾ ആണ്. ഇതിന് പ്രൈസ് കൊടുക്കേണ്ടതില്ല. എക്സാമ്പിളായി പറയുകയാണെങ്കിൽ സൺലൈറ്റും എയറും. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Economic goods are goods and services that are purchased for a price. They are not freely available and are often manufactured or collected from nature. Examples of economic goods include clothes, food items, and vehicles. Free goods, on the other hand, are those that are abundant in nature and freely available to everyone without payment. Sunlight and air are common examples of free goods. Question: what is GST and when did it come into effect in India? GST പറഞ്ഞാൽ എന്താണ്, അത് എപ്പോഴാണ് ഇന്ത്യയിൽ എഫക്റ്റ് ആയത്? ഇപ്പോൾ GST എന്ന് പറയുന്നത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. അപ്പോൾ ഇതൊരു യൂണിഫൈഡ് ആയിട്ടുള്ള ടാക്സ് സിസ്റ്റം ആണ്. ഇതിൽ വരുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് വൺ നേഷൻ വൺ ടാക്സ് എന്നാണ്. അപ്പോൾ GSTന്റെ മെയിൻ എയിം ആണ് മൾട്ടിപ്പിൾ ടാക്സിനെ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് എക്കണോമി ട്രാൻസ്പാരന്റ് ആക്കുക എന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ GST ജൂലൈ 1, 2017 നമ്മുടെ ഇന്ത്യയിൽ ഇത് എഫക്റ്റായി വന്നത്. അപ്പോൾ ഇത് കോൺസ്റ്റിറ്റ്യൂഷനിലെ 101st അമെൻമെന്റ് ഭാഗമായാണ് ഇംപ്ലിമെന്റ് ചെയ്തത്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. GST stands for Goods and Service Tax. It is a unified tax system implemented with the concept of one nation, one tax. The main aim of GST is to make the country's economy transparent by combining various other taxes into one. GST come into effect in India on July 1, 2017. This was part of the 101st Amendment to the Constitution. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. Question: what is the main purpose of the consumer protection movement? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മൂവ്മെന്റിന്റെ മെയിൻ പർപ്പസ് എന്താണ്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു സോഷ്യൽ മൂവ്മെന്റ് ആണ്. കൺസ്യൂമറിന്റെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാനും വെൽഫെയർ എൻഷുർ ചെയ്യാനും വേണ്ടിയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് തുടങ്ങിയത് 1966 മുംബൈയിലെ കൺസ്യൂമർ ഗൈഡൻസ് സൊസൈറ്റി ഓഫ് ഇന്ത്യ ഉണ്ടാക്കിയതോടുകൂടിയാണ്. അപ്പോൾ ഈ മൂവ്മെന്റ് ലീഡ് ചെയ്തത് വന്നിട്ട് വേരിയസ് കൺസ്യൂമർ ഓർഗനൈസേഷൻസും അതുപോലെ ഇൻഡിവിജ്വൽസും ആണ്. ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് കൺസ്യൂമർ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുക, ഫ്രോഡ് പ്രിവെന്റ് ചെയ്യുക, അതുപോലെ കൺസ്യൂമേഴ്സിനെ എംപവർ ചെയ്യുക എന്നിവയൊക്കെയാണ്.
അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The consumer protection movement in India is a social movement formed to protect the rights and ensure the welfare of consumers. It started with the formation of the Consumer Guidance Society of India in Mumbai in 1966. The movement is led by various consumer organizations and individuals who work against businesses that cheat consumers. Its objectives include protecting consumer rights, preventing fraud, and empowering consumers. It also aims to ensure advertisements are credible and that consumers are represented in political forums. Question: When is National Consumer Day observed and why? എപ്പോഴാണ് നാഷണൽ കൺസ്യൂമർ ഡേ ഒബ്സർവ് ചെയ്യുന്നത്, എന്തുകൊണ്ട്? നാഷണൽ കൺസ്യൂമർ ഡേ ഇന്ത്യയിൽ ഡിസംബർ 24 എല്ലാ വർഷവും ഒബ്സർവ് ചെയ്യുന്നത്. ഇത് വന്നിട്ട് 1986 വന്ന കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ എനാക്ട് ചെയ്തതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ആക്ട് ഇന്ത്യൻ പാർലമെന്റിൽ പാസ് ചെയ്തതും ഇതേ ദിവസത്തിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ കൺസ്യൂമർ മൂവ്മെന്റിന് ഒരു ഹിസ്റ്റോറിക് മൈൽ സ്റ്റോൺ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഈ ദിവസത്തിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് കൺസ്യൂമർ റൈറ്റ്സും അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസിനെയൊക്കെ കുറിച്ചിട്ട് കൂടുതൽ അവയർനെസ് ഉണ്ടാക്കുക എന്നതാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. നാഷണൽ കൺസ്യൂമർ ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ December 24 every year in India. This day is celebrated to commemorate the enactment of the Consumer Protection Act in 1986. The act was passed by the Indian Parliament on this day. It was a historic milestone in the consumer movement in the country. This day aims to create more awareness about consumer rights and responsibilities. Question: What was the main reason for enacting the Consumer Protection Act 2019? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 എനാക്ട് ചെയ്യേണ്ടി വന്ന മെയിൻ റീസൺ എന്താണ്? ഇപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 ആണ് 1986 ഓൾഡ് ആക്ടിനെ റീപ്ലേസ് ചെയ്തത്. പുതിയ ലോ വരുന്നതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇ കൊമേഴ്സും അതുപോലെ ന്യൂ ബിസിനസ് പ്ലാറ്റ്ഫോംസും ഒക്കെയാണ്. അതായത് ഓൾഡ് ലോയിൽ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്ന കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള സ്പെസിഫിക് റൂൾസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ പുതിയ ആക്ടിൽ കൺസ്യൂമറിനെ എംപവർ ചെയ്യാനും അവരുടെ റൈറ്റ്സ് പിന്നെ മോഡേൺ മാർക്കറ്റ് പ്ലേസിലൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനുമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ് ഉണ്ടാക്കുന്ന അൺഫെയർ ട്രേഡ് പ്രാക്ടീസിന് എഗെയിൻസ്റ്റ് ഉള്ള റൂൾസ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Consumer Protection Act 2019 was enacted to replace the older Act of 1986. The main reason for this new law was the emergence of e-commerce and new types of business platforms. The old law did not have specific rules to protect consumers who shop online. The new act aims to empower consumers and protect their rights in the modern marketplace. It covers rules to prevent unfair trade practices by e-commerce platforms and simplifies the dispute resolution process. Question: What is the Central Consumer Protection Authority? That is CCPA. Central Consumer Protection Authority പറഞ്ഞാൽ എന്താണ്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 പ്രകാരമാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി അതായത് CCPA സ്ഥാപിക്കപ്പെട്ടത്. ഇത് വന്നിട്ട് കൺസ്യൂമേഴ്സിന്റെ ഗ്രൂപ്പിന്റെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാനും എൻഫോഴ്സ് ചെയ്യാനുമാണ് സ്ഥാപിച്ചത്. കൺസ്യൂമർ റൈറ്റ്സും അതുപോലെ തന്നെ അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ഒക്കെ വയലേറ്റ് ചെയ്യുന്ന കേസസിൽ CCPAക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അതുപോലെ തന്നെ അൺസേഫ് ഗുഡ്സും സർവീസസിനൊക്കെ റീകോൾ ചെയ്യാനും അഡൾട്രേറ്റ് ഗുഡ്സ് സെൽ ചെയ്യുന്ന മാനുഫാക്ചേഴ്സ് സെല്ലേഴ്സിനെയൊക്കെ പെനാൽറ്റി കൊടുക്കാനും CCPAക്ക് അവകാശമുണ്ട്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Central Consumer Protection Authority was established under the Consumer Protection Act 2019. Its main purpose is to protect and enforce the rights of consumers as a group. The CCPA has the power to investigate violations for consumer rights and unfair trade practices. It can also order the recall of unsafe goods and services and impose penalties on manufacturers or sellers of adulterated goods. This authority plays a key role in safeguarding consumer interests across the country. Question: Explain the right to safety. Right to safety നെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക.
ഇപ്പോൾ റൈറ്റ് ടു സേഫ്റ്റി എന്ന് പറയുന്നത് ലോയിൽ ഗ്യാരണ്ടി ചെയ്യപ്പെട്ട ഒരു ഫണ്ടമെന്റൽ കൺസ്യൂമർ റൈറ്റ്സ് ആണ്. അപ്പോൾ ഇതിനകത്ത് എന്താ പറയുന്നത് വെച്ചാൽ നമ്മുടെ ലൈഫിനെയും പ്രോപ്പർട്ടീനെയും ത്രെട്ടായി നിൽക്കുന്ന ഗുഡ്സും സർവീസും ഒക്കെ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള റൈറ്റ്സ് ആണ് ഇത് എന്നാണ്. ഉദാഹരണമായിട്ട് പറയണമെങ്കിൽ കൺസ്യൂമേഴ്സ് ഒരു ഇലക്ട്രിക്കൽ അപ്ലയൻസസ് വാങ്ങുകയാണെങ്കിൽ ആ ഒരു ഇലക്ട്രിക്കൽ അപ്ലയൻസസ് സേഫ് ആയിരിക്കുമെന്നും അതുപോലെ ഫയർ ക്രിയേറ്റ് ചെയ്യില്ല എന്നുള്ള ഉറപ്പൊക്കെ നമുക്ക് കിട്ടുന്നതിന് ഈ ഒരു റൈറ്റ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതുകൊണ്ട് തന്നെ പ്രോഡക്ട്സ് മാർക്കറ്റിൽ സെല്ല് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സർട്ടൺ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യണമെന്നതിന് എൻഷുർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മാനുഫാക്ചേഴ്സിനും സെല്ലേഴ്സിനും പ്രൊഡക്റ്റിൻ്റെ സേഫ്റ്റിനെ കുറിച്ച് അക്കൗണ്ടബിൾ ആക്കാനും ഈ ഒരു റൈറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ വരാൻ നോക്കാം. ദ റൈറ്റ് ടു സേഫ്റ്റി ഈസ് എ ഫണ്ടമെന്റൽ കൺസ്യൂമർ റൈറ്റ് guaranteed by law. It means the right to be protected from goods and services that pose a threat to our life and property. For example, consumers have the right to expect that electrical appliances they buy are safe to use and will not cause a fire. This right ensures that products meet certain safety standards before they are sold in the market. It holds manufacturers and sellers accountable for the safety of their products. Question: എക്സ്പ്ലെയിൻ ദ റൈറ്റ് ടു ചൂസ്. റൈറ്റ് ടു ചൂസിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇപ്പോൾ റൈറ്റ് ടു ചൂസ് എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സിൻ്റെ ഗുഡ്സും സർവീസും സെലക്ട് ചെയ്യാനുള്ള റൈറ്റ് കൊടുക്കുക എന്നതാണ്, അതും കോമ്പറ്റീറ്റീവ് പ്രൈസിൽ. ഇപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിൽ പല കമ്പനീസുകളും വെറൈറ്റീസ് ഓഫ് പ്രോഡക്ട്സ് ഇറക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ ഉണ്ടാവും. അത് കൺസ്യൂമേഴ്സിന് ബെറ്റർ ക്വാളിറ്റി പ്രോഡക്ട്സും അതുപോലെ ഫെയർ പ്രൈസിൽ കിട്ടാനും സഹായിക്കുന്നു. ഒരു ബ്രാൻഡ് മാത്രം ബൈ ചെയ്യാൻ ആരും ഒരു കൺസ്യൂമറിനെ ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല ഈ ഒരു റൈറ്റ് പ്രകാരം. അപ്പോൾ ഈ ഒരു റൈറ്റിൽ വന്നിട്ട് ഹെൽത്തി മാർക്കറ്റ് പ്രൊമോട്ട് ചെയ്യാനും മോണോപ്പൊളി പ്രിവെന്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. The right to choose gives consumers the right to select goods and services at competitive price. This means that there should be a variety of products available in the market from different companies. This competition ensures that consumers get better quality products at fair prices. No single seller should be able to dictate the terms of a sale or force a consumer to buy a particular brand. This right promotes a healthy market and prevents monopolies. Question: explain the right to know. Right to know കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇപ്പോൾ റൈറ്റ് ടു നോ എന്നത് ഒരു കൺസ്യൂമറിൻ്റെ അവകാശമാണ്. ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചും സർവീസിനെ കുറിച്ചും പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫോർമേഷൻ കിട്ടാനാണ് ഈ ഒരു റൈറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ക്വാളിറ്റി, ക്വാണ്ടിറ്റി, അതുപോലെ സ്റ്റാൻഡേർഡ്, പ്യൂരിറ്റി, പ്രൈസൊക്കെ കുറിച്ചിട്ടുള്ള ഇൻഫോ ആണ്. ഈ റൈറ്റിൽ കൺസ്യൂമേഴ്സിനെ അൺഫെയർ ട്രേഡ് പ്രാക്ടീസിൽ നിന്നും രക്ഷപ്പെടുത്തുക എന്ന ഉദ്ദേശമാണ് ഉള്ളത്. അതുപോലെ പ്രൊഡക്റ്റിൻ്റെ ലേബിൾസിൽ ഇൻഗ്രീഡിയൻസ്, അതുപോലെ മാനുഫാക്ചറിംഗ് ഡേറ്റ്, MRP ഒക്കെ കൊടുക്കണമെന്നത് പറയുന്നത് ഈ ഒരു റൈറ്റ്സ് കൊണ്ടാണ്. അപ്പോൾ ഇത് വന്നിട്ട് കൺസ്യൂമേഴ്സ് ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നതിന് മുമ്പ് അതിലുള്ള ഇൻഫോംഡ് ഡിസിഷൻ എടുക്കാനും സഹായിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The right to know is the right of a consumer to be informed about the details of a product or services. This includes information about the quality, quantity, purity, standard, and price of the goods. This right protects the consumer from unfair trade practices like hiding information or providing false details. Product label with ingredients, manufacturing date, and MRP are a result of this right. It helps consumers make informed decisions before buying anything. ഹൈസ്കൂളിൽ അക്കാഡമിക് എക്സലൻസിന് തയ്യാറാവുന്ന സ്റ്റുഡൻസിന് ഒരു സന്തോഷ വാർത്ത. ടോപ്പ് ട്യൂഷൻ്റെ എക്സ്പീരിയൻസ് ടീച്ചേഴ്സ് നിങ്ങൾക്ക് എക്സെപ്ഷണൽ അക്കാഡമിക് കോച്ചിങ് നൽകുന്നു. റെഗുലർ ക്ലാസ്സസിന് പുറമെയുള്ള ടോപ്പ് ട്യൂഷൻ്റെ വീഡിയോ നോട്ട്സും റെഗുലർ ടെസ്റ്റുകളും നിങ്ങളുടെ അക്കാഡമിക് പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യുന്നു. നിങ്ങളുടെ സ്മോൾ ബാച്ച് സൈസ് സ്റ്റുഡൻസിന് ഇൻഡിവിജ്വൽ അറ്റൻഷൻ എൻഷുർ ചെയ്യുന്നു. ടോപ്പ് ട്യൂഷൻ്റെ എക്സാം റിവിഷനിലൂടെയും എക്സാം പ്രിപ്പറേഷനിലൂടെയും ഉയർന്ന മാർക്കുകൾ സ്കോർ ചെയ്യാം. നിങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ് ജോയിൻ ചെയ്യുവാൻ ഇന്ന് തന്നെ വിളിക്കുക 8006066363. Question: What is the right to seek redressal? Right to seek redressal പറഞ്ഞാൽ എന്താണ്? റൈറ്റ് ടു സീക്ക് റിഡ്രസൽ എന്നത് കൺസ്യൂമേഴ്സിന് റിലീഫ് അല്ലെങ്കിൽ കോമ്പൻസേഷന് വേണ്ടി അവകാശം കൊടുക്കുന്നു എന്നാണ്. എസ്പെഷ്യലി അൺഫെയർ ട്രേഡ് പ്രാക്ടീസസും അതുപോലെ കൺസ്യൂമർ എക്സ്പ്ലോയിറ്റേഷനൊക്കെ സംഭവിക്കുന്ന സമയത്ത്.
ഒരു കൺസ്യൂമർ ചീറ്റ് ചെയ്യപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫോൾട്ടി പ്രൊഡക്റ്റ് കിട്ടിയാൽ അവർക്ക് വേണമെങ്കിൽ ജസ്റ്റിസ് സീക്ക് ചെയ്യാൻ സാധിക്കും. ഈ റൈറ്റിൽ കംപ്ലയിൻസ് ഫയൽ ചെയ്യാം, അതുപോലെ ഫോൾട്ടി പ്രൊഡക്ട്സ് റീപ്ലേസ് ചെയ്യുക, ഡിഫക്ട്സ് റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ മണി റീഫണ്ട് ചെയ്യാനും സഹായിക്കുന്നു. അതുപോലെ തന്നെ കൺസ്യൂമർ കോഡ് സിസ്റ്റം ഉണ്ടാക്കിയത് ഈ റൈറ്റ് നന്നായി യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇത് കൺസ്യൂമേഴ്സിന് അവരുടെ അവകാശങ്ങൾ വയലേറ്റ് ചെയ്യുമ്പോൾ കംപ്ലൈൻറ്റ് ചെയ്യാൻ ഒരു പ്രോപ്പർ പ്ലാറ്റ്ഫോം ഉണ്ടെന്ന് ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The right to seek redressal gives consumers the right to get relief or compensation against unfair trade practices and consumer exploitation. If a consumer has been cheated or has received a faulty product, they can seek justice. This right allows consumers to file complaints and get their faulty products replaced, defects removed, or money refunded. The consumer court system was established to help consumers exercise this right effectively. It ensures that consumers have a place to go when their rights are violated. Question: What does the right to consumer education guarantee? എന്താണ് റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ ഗ്യാരണ്ടി ചെയ്യുന്നത്? റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ എന്നത് എല്ലാ കൺസ്യൂമേഴ്സിനും അവർ ഇൻഫോംഡ് കൺസ്യൂമേഴ്സ് ആക്കാൻ വേണ്ടി ആവശ്യമായ നോളേജും സ്കിൽസും നേടാനുള്ള റൈറ്റ് ആണ്. ഇതിന്റെ അർത്ഥം കൺസ്യൂമേഴ്സിന് അവരുടെ റൈറ്റ്സും റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചും അറിയുവാൻ ആക്സസ് ടു എഡ്യൂക്കേഷൻ ഉണ്ടാകണമെന്നാണ്. അപ്പോൾ ഈ റൈറ്റ് മാർക്കറ്റ് പ്രാക്ടീസസ് മനസ്സിലാക്കാനും അതുപോലെ തന്നെ ഫ്രോഡ് സ്കീംസ് കണ്ടുപിടിക്കാനും ചീറ്റ് ചെയ്യപ്പെട്ട സമയത്ത് ഹെൽപ്പ് സീക്ക് ചെയ്യാനും സഹായിക്കുന്നു. അപ്പോൾ ഈ ഒരു എഡ്യൂക്കേഷൻ കൺസ്യൂമേഴ്സിന് സെൽഫ് പ്രൊട്ടക്ഷന് എംപവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എക്സ്പ്ലോയിറ്റേഷനിൽ നിന്നും അവരെ രക്ഷിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The right to consumer education guarantees every consumer the right to acquire the knowledge and skills needed to be an informed consumer. This means that consumers should have access to information and education about their rights and responsibilities. It helps consumers understand market practices, identify fraudulent schemes, and know how to seek help when cheated. This education empowers consumers to protect themselves from exploitation. The government and consumer organizations run various programs to promote consumer education. Question: Describe the three-level structure of consumer courts in India. കൺസ്യൂമർ കോഡ്സ് ഇന്ത്യയിലുള്ള കൺസ്യൂമർ കോഡ്സിന്റെ 3-level സ്ട്രക്ചർ ഡിസ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരമാണ് ഒരു 3-tier സിസ്റ്റം ഇന്ത്യയിൽ ഉണ്ടാക്കിയത്. അതിൽ 3 ലെവൽ എന്ന് പറയുന്നത് ബേസ് ലെവൽ, മിഡിൽ ലെവൽ, ടോപ്പ് ലെവലാണ്. അപ്പോൾ ബേസ് ലെവൽ വരുന്നത് ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ ആണ്. ഇത് വന്നിട്ട് എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ട്. പിന്നെ വരുന്നത് മിഡിൽ ലെവലാണ്. ഇത് വന്നിട്ട് സ്റ്റേറ്റ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റിഡ്രസൽ കമ്മീഷൻ ആണ്. ഇത് സ്റ്റേറ്റ് ലെവലിൽ ഓപ്പറേറ്റ് ചെയ്യുന്നു. പിന്നെ വരുന്നത് ടോപ്പ് ലെവലാണ്. അപ്പോൾ ഇതിൽ നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റിഡ്രസൽ കമ്മീഷൻ ആണ് വരുന്നത്. ഇത് ന്യൂഡൽഹിയിലാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ കൺസ്യൂമേഴ്സിന് അവരുടെ കംപ്ലൈൻറ്റിൻ്റെ വാല്യൂക്കെതിരെ ആയ ലെവലിൽ ഫയൽ ചെയ്യാൻ കഴിയുന്നു എന്ന് ഉറപ്പുവരുത്തുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Consumer Protection Act established a 3-tier system of consumer courts for speedy resolution of complaints. At the base level is a district consumer disputes redressal commission located in each district. At the middle level is the state consumer disputes redressal commission, which operates at the state level. At the top of the structure is the National Consumer Disputes Redressal Commission in New Delhi. This structure ensures that consumers can file complaints at a level that matches the value of their claim. Question: What is the jurisdiction of the District Consumer Disputes Redressal Commission? എന്താണ് ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷന്റെ ജൂറിസ്ഡിക്ഷൻ വരുന്നത്? ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ എന്നത് കൺസ്യൂമർ കോർട്ടിൽ സിസ്റ്റമിലെ ഫസ്റ്റ് ലെവലാണ്. ഇത് വന്നിട്ട് എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ട്. അപ്പോൾ ഈ ഒരു കമ്മീഷൻ ഹാൻഡിൽ ചെയ്യുന്നത് 1 കോടി വരെയുള്ള ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് വാല്യൂ ക്ലെയിം ചെയ്യുന്ന കേസസുകളാണ്. അപ്പോൾ ഇത് ലോക്കൽ ലെവല് വളരെ ഈസി ആയിട്ട് കൺസ്യൂമേഴ്സിന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു കംപ്ലയിൻറ്റ് ഫോറമാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം.
The District Consumer Disputes Redressal Commission is the first level of the consumer court system. It is located in each district of the country. This commission handles cases where the value of goods or services and the compensation claimed is up to rupees 1 crore. If a consumer is not satisfied with the order of the district commission, they can appeal to the state commission. It provides a convenient forum for consumers to file their complaints locally. Question: what is the jurisdiction of the State Consumer Dispute Redressal Commission? എന്താണ് സ്റ്റേറ്റ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റിഡ്രസൽ കമ്മീഷന്റെ ജൂറിസ്ഡിക്ഷൻ വരുന്നത്? ഇപ്പോൾ സ്റ്റേറ്റ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റിഡ്രസൽ കമ്മീഷൻ എന്നത് കൺസ്യൂമർ കോർട്ട് സിസ്റ്റത്തിലെ സെക്കൻഡ് ലെവലാണ്. ഇത് എല്ലാ സ്റ്റേറ്റിലും നമുക്ക് കാണപ്പെടുന്നതാണ്. അപ്പോൾ ഈ കമ്മീഷൻ ഹാൻഡിൽ ചെയ്യുന്നത് 1 കോടി മുതൽ അതുപോലെ 10 കോടി വരെയുള്ള ഗുഡ്സും സർവീസസിന്റെ കോമ്പൻസേഷനും അതിനെ സംബന്ധിച്ചിട്ടുള്ള കേസുകളൊക്കെയാണ്. അപ്പോൾ സ്റ്റേറ്റ് കമ്മീഷന്റെ ഓർഡറിൽ നമുക്ക് തൃപ്തിയായിട്ടില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നാഷണൽ കമ്മീഷനിൽ അപ്പീൽ ചെയ്യാനും കഴിയുന്നതായിരിക്കും. അപ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. The State Consumer Disputes Redressal Commission is the second level in the hierarchy of consumer courts. It is established in each state capital. This commission deals with cases where the value of goods or services and compensation claimed is between rupees 1 crore and rupees 10 crore. It also hears appeal against orders of the district commissions within the state. If a party is not satisfied with the state commission's order, they can appeal to the national commission. Question: what is the jurisdiction of the National Consumer Disputes Redressal Commission? National Consumer Dispute Redressal Commissionന്റെ jurisdiction എന്താണ്? ഇപ്പോൾ നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ എന്നത് ഇന്ത്യയിലെ കൺസ്യൂമർ കോർട്ടിൽ വരുന്ന ഏറ്റവും ടോപ്പ് ലെവലാണ്. അപ്പോൾ ഇത് ന്യൂഡൽഹിയിലാണ് ഉള്ളത്. അപ്പോൾ ഈ കമ്മീഷൻ ഹാൻഡിൽ ചെയ്യുന്നത് rupees 10 crore മുതൽ കൂടുതൽ കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാവുന്ന കേസസ് ഒക്കെയാണ്. അപ്പോൾ സ്റ്റേറ്റ് കമ്മീഷന്റെ ഓർഡേഴ്സിനെതിരെയുള്ള അപ്പീൽസും ഈ നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസ് കമ്മീഷനാണ് തീരുമാനിക്കുന്നത്. അതുപോലെ നാഷണൽ കമ്മീഷന്റെ ഡിസിഷന് സുപ്രീം കോർട്ടിൽ ചാലഞ്ച് ചെയ്യാനും കഴിഞ്ഞതായിരിക്കും. അതിന്റെ ആൻസർ എന്താണെന്ന് നോക്കാം. The National Consumer Disputes Redressal Commission, that is NCDRC, is the apex body of the consumer courts in India. It is located in New Delhi. The NCDRC handles cases where the compensation claimed exceeds rupees 10 crore. It also hears appeals against the orders passed by the State Commission. The decision of the National Commission can be challenged in the Supreme Court of India. Question: how can a consumer file a complaint in a consumer court? കൺസ്യൂമർ കോർട്ടിൽ എങ്ങനെയാണ് ഒരു കൺസ്യൂമറിന് കംപ്ലൈന്റ് ഫയൽ ചെയ്യാൻ കഴിയുന്നത്? ഇപ്പോൾ ഒരു കൺസ്യൂമർ ചീറ്റ് ചെയ്യപ്പെട്ടാൽ അവർക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കൺസ്യൂമർ കോർട്ടിൽ കംപ്ലൈന്റ് ഫയൽ ചെയ്യാൻ കഴിയും. ഗ്രീവൻസ് ഉള്ള പേഴ്സൺ വന്നിട്ട് ഒരു പ്ലെയിൻ വൈറ്റ് പേപ്പറിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കംപ്ലൈന്റ് എഴുതിയാൽ മതി. ലോയേഴ്സിന്റെ ഒന്നും ആവശ്യമില്ല. ഈ കംപ്ലൈന്റിന്റെ കൂടൊപ്പം സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് കൂടെ സബ്മിറ്റ് ചെയ്യണം. അതായത് ബില്ല്, റെസിപ്റ്റ്, വാറന്റി കാർഡ്സ് പോലെയുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സും കൂടെ ഇവിടെ സബ്മിറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ ബില്ല് മസ്റ്റ് ആയിട്ട് വാങ്ങിക്കണം എന്ന് പറയുന്നത്. അതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. If a consumer is cheated, they can file a complaint with the appropriate consumer court. The person with the grievance can write a detailed complaint on a plain white paper. They do not need a lawyer to do this. The complaint must be submitted along with supporting documents as evidence, such as bills, receipts, and warranty cards. This is why insisting on a bill at the time of purchase is very important. ഇതുപോലുള്ള വീഡിയോകൾക്കായി ടോപ്പ് ട്യൂഷന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. Question: what is the significance of the ISI mark? ISI മാർക്കിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഇപ്പോൾ ISI മാർക്ക് എന്ന് പറയുന്നത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൽ കൊടുക്കുന്ന ഒരു ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ മാർക്കാണ്. അപ്പോൾ ഈ ഒരു മാർക്ക് വന്നിട്ട് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സിൽ കണ്ടുപിടിക്കാൻ കഴിയും. അത് ഗവൺമെന്റ് സെറ്റ് ചെയ്ത ക്വാളിറ്റിയും സേഫ്റ്റി സ്റ്റാൻഡേർഡ്സും മീറ്റ് ചെയ്യുന്നു എന്നാണ് ഗ്യാരണ്ടി ചെയ്യുന്നത്. അപ്പോൾ സിമെന്റ്, പേപ്പർ, പെയിന്റ്, ഗ്യാസ് സിലിണ്ടർ പോലെയുള്ള പ്രൊഡക്ട്സിലാണ് ഈ ISI മാർക്ക് കോമൺ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു മാർക്ക് ഉണ്ടെങ്കിൽ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയും കൺസ്യൂമർക്ക് കോൺഫിഡൻസ് കൂടുതലും ഉണ്ടാക്കുന്നു. അതായത് പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയിൽ കൺസ്യൂമേഴ്സിന് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നു. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം. The ISI mark is a quality certification mark issued by the Bureau of Indian Standards, that is BIS.
This mark is found on many industrial products and ensures that they meet certain quality and safety standards set by the government. You can find the ISI mark on products like cement, paper, paint, and gas cylinders. When you see the ISI mark, you can be more confident about the product's quality. It is a symbol of trust and safety for consumers. Question: What does the Agmark symbol represent? Agmark symbol എന്താണ് represent ചെയ്യുന്നത്? പഗ്മാർ സിമ്പിൾ പറയുന്നത് ഇന്ത്യയിലെ അഗ്രികൾച്ചറിലും അതുപോലെ ഫോറസ്റ്റ് പ്രൊഡക്റ്റിലും കാണപ്പെടുന്ന ക്വാളിറ്റി ഉറപ്പാക്കുന്ന ഒരു സർട്ടിഫിക്കേഷൻ മാർക്കാണ്. ഈ മാർക്ക് കൊടുക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഏജൻസിയിൽ വരുന്ന ഡയറക്ടറേറ്റ് ഓഫ് മാർക്കറ്റിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇത് വന്നിട്ട് പ്രൊഡക്റ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യുന്നു എന്നതിന്റെ സർട്ടിഫിക്കേഷൻ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സിമ്പിൾ നമുക്ക് മെയിൻ ആയിട്ട് കാണുന്നത് പാക്കേജ്ഡ് ഫുഡ് ഐറ്റത്തിലാണ്. അതായത് സ്പൈസസ്, ഹണി, ഗീ പോലത്തുള്ള ഫുഡ് ഐറ്റത്തിലേക്ക് ആയിരിക്കും നമുക്ക് ഈ ഒരു മാർക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Agmark symbol is used to ensure the quality of agricultural and forestry products in India. This mark is given by the Directorate of Marketing and Inspection, an agency of the Government of India. It certifies that the product conforms to a set of standards approved by the agency. You can find Agmark on packaged food items like spices, honey, ghee, and flour. It helps consumers distinguish between good quality and substandard agricultural products. Question: What is the purpose of the FSI symbol? FSI symbol purpose എന്താണ്? FSI symbol എന്ന് പറയുന്നത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ കൊടുക്കുന്ന ഒരു ലൈസൻസ് ആണ്. ഇതിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ഫുഡ് സേഫ്റ്റി ഉറപ്പാക്കുക എന്നാണ്. അപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റേഴ്സും, അതായത് മാനുഫാക്ചേഴ്സ്, ട്രാൻസ്പോർട്ടേഴ്സ്, സെല്ലേഴ്സിനൊക്കെ ഈ ലൈസൻസ് വന്നിട്ട് മാൻഡേറ്ററി ആണ്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The FSI symbol is a license provided by the Food Safety and Standard Authority of India. Its main purpose is to ensure food safety for all consumers. This license is mandatory for all food business operators in India, including manufacturers, transporters, and sellers. When you see the FSI logo and the license number on a food product, it means the food is safe to consume and has met the required hygiene standards. It helps in regulating the food industry and protecting public health. Question: What are the main objectives of consumer education? Consumer educationന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്താണ്? ഇപ്പോൾ കൺസ്യൂമർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സിനെ അവരുടെ റൈറ്റ്സും റെസ്പോൺസിബിലിറ്റീസും അതുപോലെ തന്നെ മാർക്കറ്റിലുള്ള ചോയ്സസിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നതാണ്. ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കൺസ്യൂമർ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവയെക്കുറിച്ചിട്ടുള്ള അവയർനെസ് ഉണ്ടാക്കുക എന്നാണ്. ഇത് വന്നിട്ട് കൺസ്യൂമേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റീസ് അവെയർ ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കൺസ്യൂമേഴ്സിന്റെ ജസ്റ്റിസ് പ്രൊമോട്ട് ചെയ്യാനും അതുപോലെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലോസിനെ കുറിച്ചിട്ട് അറിവുണ്ടാക്കാനും സഹായിക്കുന്നു. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Consumer education aims to educate consumers about their rights, responsibilities, and the choices they have in the market. One of its main objectives is to protect consumer rights by making people aware of them. It also aims to make consumers aware of their responsibilities, like checking product details and asking for bills. Consumer education also seeks to ensure safety in trade, especially in online shopping. Furthermore, it promotes consumer justice and creates awareness about consumer protection laws. Question: What is the role of the National Consumer Helpline? National Consumer Helpline-ന്റെ റോൾ എന്താണ്? നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ എന്നത് സർക്കാർ കൊടുക്കുന്ന ഒരു സർവീസാണ് കൺസ്യൂമേഴ്സിനെ സഹായിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസിൽ പ്രോബ്ലം ഫേസ് ചെയ്യുന്ന കൺസ്യൂമേഴ്സിന് ഗൈഡൻസും അതുപോലെ തന്നെ അഡ്വൈസും കൊടുക്കുന്നുണ്ട്. കൺസ്യൂമേഴ്സ് ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചിട്ട് ഇൻഫോർമേഷൻ നേടുകയും കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യാം നമുക്ക്. ഇപ്പോൾ ഹെൽപ്പ് ലൈൻ ഇഷ്യൂ റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാനുള്ള സ്റ്റെപ്സ് കൺസ്യൂമേഴ്സിന് ഈ ഹെൽപ്പ് ലൈന് ഗൈഡ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The National Consumer Helpline is a service provided by the government to help consumers. Its role is to provide guidance and advice to consumers who face problems with the goods or services. Consumers can call the toll-free number to seek information or register a complaint. The helpline can guide the consumer on the steps to take to resolve their issues. It acts as primary contact point for consumers seeking help and redressal. Next നമ്മൾ പഠിക്കാൻ പോകുന്നത് one word questions അല്ലെങ്കിൽ fill in the blanks type questions. Question:
The satisfaction gained through consumption can be considered as the dash of goods and services. Answer: utility. Next question. The want satisfying power of a commodity is called dash. Answer: utility. Next question. The change in total utility when one additional unit is consumed is called dash utility. Answer: marginal utility. Next question. The dash utility is based on the assumption that the consumer's income and taste do not change. Answer: law of diminishing marginal utility. Question. Goods that are abundant in nature and freely available are known as dash goods. Answer: free goods. Next question. GST came into effect in India on 1st July dash. Answer: 2017. Next question. The state government receives 50% of the GST we pay as dash. Answer: SGST. Next question. The consumer protection movement in India began with the formation of the Consumer Guidance Society of India in dash in 1966. Answer: Mumbai. Question. The Consumer Protection Act came into force in India on 24th December dash. Answer: 1986. Next question. 24th December is observed as dash Consumer Day. Answer: national. Next question. The Consumer Protection Act 2019 established the Central Dash Protection Authority, that is CCPA. Answer: consumer. Next question. The right to be protected from goods that threaten life and property is the right to dash. Answer: safety. Question. Consumer courts in India were established following the enactment of the Consumer Protection Act in dash. Answer: 1986. Next question. The National Consumer Disputes Redressal Commission handles cases with the compensation exceeding rupees dash crore. Answer: 10 crores. Next question. For frauds related to jobs abroad, one can complain through the Protectorate of the dash. Answer: emigrants, that is POE. Next question. For online fraud, a complaint can be made to the dash crime cell. Answer: cyber. Next question. The dash mark is issued by the Bureau of Indian Standards, that is BIS, for industrial products. Answer: ISI. Next question. The dash symbol is used to ensure the quality of agricultural products. Answer: AGMARK. Next question. The FSI symbol ensures dash security. Answer: food security. Next question. The toll-free number for the National Consumer Helpline is dash. Answer: 1800114000. പാലക്കാട് നിവാസികളെ, ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.